തെലങ്കാന കൈവിട്ടു പോകുമെന്ന ഭയം വേണ്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPM. നിലവിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഒരു സീറ്റ് ഒഴികെ ബാക്കി 16 സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ CPM പിന്തുണയ്ക്കും. CPM മത്സരിക്കുന്ന ബോംഗിർ മണ്ഡലത്തിനെ സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ല. തെലങ്കാന മുഖ്യമന്ത്രിയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനുമായ രേവന്ത് റെഡ്ഡിയുമായി CPM നേതാക്കൾ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനമെടുത്തത്. സംസ്ഥാന സെക്രട്ടറി തമ്മിനേനി വീരഭദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള CPM നേതാക്കളുടെ സംഘം ശനിയാഴ്ചയാണ് രേവന്തുമായി കൂടിക്കാഴ്ച നടത്തിയത്. CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ബോംഗിർ മണ്ഡലത്തിൽ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്നും എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിനെ പിന്തുണയ്ക്കണമെന്ന് രേവന്ത് റെഡ്ഡി ആവശ്യപ്പെട്ടതായും തമ്മിനേനി വീരഭദ്രം പറഞ്ഞു. CPM ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. BJPയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറാണെന്നാണ് വീരഭദ്രം പറഞ്ഞത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്നാണ്. അതേസമയം 2014 ആന്ധ്ര വിഭജനത്തോടെ തകർന്നടിഞ്ഞ കോൺഗ്രസിനെ തെലങ്കാനയിൽ അധികാരത്തിൽ തിരിച്ചെത്തിച്ചത് രേവന്ത് റെഡ്ഡിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രേവന്തിലാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. BRSന്റെ അധികായകനായ നേതാവ് K ചന്ദ്രശേഖർ റാവുവിന്റെ അവശേഷിക്കുന്ന കോട്ടകളും തകർക്കാൻ രേവന്തിന് കഴിയുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ദക്ഷിണേന്ത്യയിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന സംസ്ഥാനമാണ് തെലങ്കാന എന്നത് ശക്തമായ ത്രികോണ മത്സരത്തിനാണ് വഴിയൊരുക്കുന്നത്. 9 വർഷത്തോളം ഉറങ്ങിക്കിടന്ന കോൺഗ്രസിന് പുതുജീവൻ നൽകി തെലങ്കാനയിൽ പാർട്ടിയെ അധികാരത്തിൽ തിരിച്ചെത്തിച്ചത് രേവന്ത് റെഡ്ഡി എന്ന RR ആണ്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാര തുടർച്ച നേടിയതിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടപ്പോൾ കൈപ്പിടിച്ചുയർത്തിയത് കർണാടകവും തെലങ്കാനയുമാണ്. കർണാടകയിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചത് DK ശിവകുമാർ ആണെങ്കിൽ അയൽ സംസ്ഥാനമായ തെലങ്കാനയിൽ അത് RR ആയിരുന്നു. ഇത്തവണ സംസ്ഥാനത്തെ 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ 14 എണ്ണത്തിലും വിജയിക്കുമെന്നാണ് രേവന്ത് റെഡ്ഡിയുടെ ഉറപ്പ്. കർണാടകയിലും തെലങ്കാനയിലും നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികളിലാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഇതേ മാതൃകയിലുള്ള വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മുന്നോട്ട് വയ്ക്കുന്നത്. തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത 6 ഗ്യാരണ്ടികളിൽ 4 എണ്ണവും നടപ്പാക്കി. ഇതിനായി സർക്കാർ 53,196 കോടി രൂപയാണ് നീക്കിവെച്ചത്. സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രയും പാവപ്പെട്ടവർക്കുള്ള 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സുരക്ഷയും സൗജന്യ വൈദ്യുതിയും 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടറിനും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. ഈ പ്രതികരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആശ്വാസം.